നമസ്കാരം. ഇഡ്രോപ്പ് സോഫ്റ്റ്വെയറിൽ എംപ്ലോയി പ്രൊഫൈൽ ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എംപ്ലോയീസിന്റെ ഡേറ്റ എൻട്രി നടത്തുന്ന സമയത്ത് നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കും എംപ്ലോയീസിന്റെ പ്രൊഫൈലിലേക്കുള്ള ലോഗിൻ ഐ ഡി. എംപ്ലോയീസിന് പ്രൊഫൈൽ ലോഗിൻ ചെയ്യുന്നതിനായി ഹോം പേജിൽ കാണുന്ന നോ യുവർ പോസ്റ്റിംഗ് ഓർഡർ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ എംപ്ലോയിയുടെ മൊബൈൽ നമ്പർ, ക്യാപ്ച എന്നിവ എൻട്രി ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. എംപ്ലോയിയുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. വെരിഫൈ മൊബൈൽ. ക്യാപ്ച എൻട്രി ചെയ്ത് കൊടുത്ത ശേഷം വെരിഫൈ കൊടുക്കുക. ദെൻ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂസർ ID എന്ന് പറയുന്നത് ഇവിടെ മൊബൈൽ നമ്പർ ആയിരിക്കും. പാസ്വേഡ് ഡിഫോൾട്ട് ആയിട്ട് NIC*123. കൂടാതെ എംപ്ലോയീസിന്റെ പേര്, ഇൻസ്റ്റിറ്റ്യൂഷന്റെ നെയിം എന്നിവ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. നെക്സ്റ്റ് ലോഗിൻ ചെയ്യാനായിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. യൂസർ നെയിം മൊബൈൽ നമ്പർ ആണ്. പാസ്വേഡ് NIC*123. ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പോൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചേഞ്ച് പാസ്വേഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതാണ് എംപ്ലോയിയുടെ പ്രൊഫൈൽ പേജ്. റിപ്പോർട്ട് എന്ന ടാബിനുള്ളിൽ നിന്നും ഫസ്റ്റ് പോസ്റ്റിംഗ് ഓർഡർ, സെക്കൻഡ് പോസ്റ്റിംഗ് ഓർഡർ, ക്യാൻസലേഷൻ ഓർഡർ കൂടാതെ ഫോം 15, ബാലറ്റ് പേപ്പറിനുള്ള അപേക്ഷ എന്നിവ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഡേറ്റ അപ്ഡേഷൻ എന്ന ടാബ് വഴി എപ്പിക് നമ്പർ, ബാങ്ക് ഡീറ്റെയിൽസ്, എംപ്ലോയിയുടെ ഫോട്ടോ, അതുപോലെ തന്നെ ലോക്കൽ ബോഡി എന്നിവ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. എലക്ഷൻ എന്ന ഈ ടാബ് വഴി എലക്ഷൻ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്, എലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് എന്നിവ എംപ്ലോയിക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഫസ്റ്റ് റാൻഡമൈസേഷൻ കഴിയുമ്പോൾ ലഭിക്കുന്ന പോസ്റ്റിംഗ് ഓർഡറിൽ എംപ്ലോയിക്ക് ഏത് ബ്ലോക്ക് അഥവാ മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലാണ് പോസ്റ്റിംഗ് കിട്ടിയത് എന്ന വിവരം ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്കും പ്രിസൈഡിംഗ് ഓഫീസർക്കും ട്രെയിനിങ് ഉണ്ട്. ആയതിന്റെ ഡീറ്റെയിൽസും ഫസ്റ്റ് പോസ്റ്റിംഗ് ഓർഡറിൽ ലഭ്യമാവുന്നതാണ്. എന്നാൽ പോളിംഗ് ഓഫീസേഴ്സിന് ട്രെയിനിങ് ഇല്ല. അതിനാൽ പോസ്റ്റിംഗ് ഓർഡറിൽ ട്രെയിനിങ് ഡീറ്റെയിൽസ് ഉണ്ടാകില്ല. ഫസ്റ്റ് പോസ്റ്റിംഗ് ഓർഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ പോസ്റ്റിംഗ് ഓർഡർ ഡൗൺലോഡ് ചെയ്ത് ലഭ്യമാവുന്നതാണ്. ഫസ്റ്റ് പോസ്റ്റിംഗ് ഓർഡർ ലഭ്യമായതിനു ശേഷം എംപ്ലോയി പോസ്റ്റിംഗ് ക്യാൻസൽ ചെയ്താൽ ക്യാൻസലേഷൻ റിപ്പോർട്ടും എംപ്ലോയിയുടെ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ക്യാൻസലേഷൻ ഓർഡർ എന്ന ഈ ടാബ് വഴിയാണ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക. നിലവിൽ പോസ്റ്റിംഗ് ക്യാൻസൽ ചെയ്തിട്ടില്ല, അതിനാലാണ് നോ ഡേറ്റ അവൈലബിൾ കാണിക്കുന്നത്. സെക്കൻഡ് റാൻഡമൈസേഷൻ കഴിഞ്ഞാൽ എംപ്ലോയിക്ക് ലഭ്യമാകുന്ന ഫൈനൽ പോസ്റ്റിംഗ് ഓർഡർ സെക്കൻഡ് പോസ്റ്റിംഗ് ഓർഡർ എന്ന ടാബ് വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. സെക്കൻഡ് റാൻഡമൈസേഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ ഫൈനൽ പോസ്റ്റിംഗ് ഓർഡറിൽ എംപ്ലോയി ഉൾപ്പെടുന്ന പാർട്ടി നമ്പർ, ഡ്യൂട്ടി ചെയ്യേണ്ട പോളിംഗ് ബൂത്ത്, കൗണ്ടിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ഡീറ്റെയിൽസ് എന്നിവ ലഭ്യമാവുന്നതാണ്. എലക്ഷൻ എന്ന ടാബിൽ നിന്നും എലക്ഷന്റെ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്, എലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് എന്നിവ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത്രയുമാണ് എംപ്ലോയിയുടെ പ്രൊഫൈൽ ആക്ടിവിറ്റീസ്. താങ്ക് യു.